ആഴങ്ങളിൽ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശി കുഞ്ഞുമോൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് കുഞ്ഞുമോൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കുഞ്ഞുമോൻ. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ താമസിക്കുന്നത് നീണ്ടകര. മത്സ്യത്തൊഴിലാളിയായത് 5ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പഠിത്തം നിർത്തി. അപ്പൻ്റെ കൂടെ വീശാനൊക്കെ കൂടെ പോവുകയും പിന്നെ ഈ ഓലക്കാലിന് വിരളി തപ്പാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ കൂടെ പോയി വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് പഠിത്തം നിർത്തേണ്ടി വന്ന്. അന്ന് അനുഭവിച്ച കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ കണക്കുള്ള പുരോഗമനം ഇല്ലായിരുന്നല്ല. അന്ന് ഞങ്ങളും മക്കളൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ജോലിക്കൊക്കെ പോയാലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അങ്ങനെ പഠിത്തം നിർത്തേണ്ടി വന്ന് അങ്ങനെ ഓരോരോ മേഖലയിലേക്ക് പോയി. പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് നമ്മൾ മാതാവിൻ്റെ കൊന്തയൊക്കെ പഠിക്കും, തിരുന്താതി എന്ന് പറയും, അതൊക്കെ പഠിച്ച് അമ്മ ഉണ്ടായിരുന്നല്ലോ, അമ്മ പഠിക്കും. ഞങ്ങളെല്ലാം മക്കളെല്ലാം അടുത്തിരുന്ന് എല്ലാവരോടൊക്കെ പ്രാർത്ഥന പഠിക്കും. അന്ന് ചെറിയ ചെറ്റ വീടൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യം വീരൊക്കെ ഉണ്ടായിരുന്നു. അംഗങ്ങളൊക്കെ കൂടുതലായിരുന്നു അന്ന് ഞങ്ങൾ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിൽ കൂടി ഞാൻ ഓരോ പണി ചെയ്ത് കക്ക എടുക്കാൻ പോയി, വീശാൻ പോയി, പിന്നെ ബോട്ടിപ്പാൻ പോയി. അന്നൊക്കെ ആദ്യമേ ചെറിയ വലയൊക്കെ ആയിട്ട് പോയി. പിന്നെ അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്നതാണ്. പിന്നെ ബുദ്ധിമുട്ടും കാര്യം വീരത്തിലൂടെ ഇങ്ങനെ വളർന്ന് വന്നവരാ എല്ലാവരും. ആദ്യം ഈ വിരളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഈ ഓലക്കാൽ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് പോകും. അന്നേരം പുറവ് തപ്പും അപ്പൻ. ഞങ്ങളപ്പുറം ഇപ്പുറം നിന്ന് കായലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ സമ്പ്രദായത്തിൽ ആദ്യമേ ഞങ്ങൾ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ചെമ്മീൻ വീശാനായിട്ട് പോയി. കൊച്ചു വലയൊക്കെ തീർത്ത് അങ്ങനെ വീശാൻ പോയി. പിന്നെ അങ്ങനെ കുറേ നാളൊക്കെ അങ്ങനെ വീശിനൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ബോട്ടിപ്പാനായിട്ട് ബോട്ടിലെ പണി പഠിക്കാനായിട്ട് ആദ്യമേ ബോട്ടിപ്പാൻ പോയത്. ആദ്യമേ സർക്കാർ കൊടുത്തൊരു ബോട്ട്, ഇവിടെ സർക്കാർ കൊടുത്ത ബോട്ട് പലർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 5 അംഗം എന്ന് പറഞ്ഞൊരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് പണി പഠിക്കാനായിട്ട് പോയത്. പോയി ആദ്യമേയൊക്കെ കുറച്ച് ദിവസമൊക്കെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഛർദ്ദിച്ച് അങ്ങനെ പോയി പിന്നെ പണി പഠിച്ച് അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നു. ബോട്ടിൽ പോകുമ്പോൾ കുറേ നാളൊക്കെ ബോട്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ കാലം സീസൺ മാത്രമേ പോകത്തുള്ളായിരുന്നു. സീസണ് മാത്രം പോവും. പിന്നെ അത് കഴിഞ്ഞ് വീശു പണിക്ക് പോകും. ഇവിടെ പണി അരുത്തുന്ന സമയമുണ്ട്. അന്നേരം ഞാൻ വീശു പണിക്കാണ് പോകുന്നത്. വീശാനായിട്ട് കടപ്പുറത്ത് വീശാൻ പോകും. അത് തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ദൈവപടത്തിൻ്റെ മുമ്പിൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇട്ടൊക്കെയാണ് പോകുന്നത്. ദൈവത്തിനെ വിളിച്ചും കൊണ്ടൊക്കെയാണ് പോകുന്നത്. അതിൻ്റേതായ വെളിച്ചം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം പല ആപത്ത് ഘട്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് ദൈവം. അങ്ങനെയൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്, ദൈവത്തോട് വിശ്വാസമുണ്ട്. പല ആപത്ത് ഘട്ടങ്ങളിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നും അതേ കണക്ക് തന്നെ. ഇന്നും നമുക്ക് ആപത്തുകളൊക്കെ ഒരുപാട് ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതൊരു ദൈവത്തിൻ്റെ ഒരു വിശ്വാസം തന്നെ അത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ ബോട്ട് ഞങ്ങൾ പണിക്ക് പോയി ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ കടലിൽ ചെന്ന് വലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായൊരു കാറ്റ് വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കാറ്റ് വീണ് കാറ്റും കോളും കൂടി വല കയറാനൊക്കാത്ത രീതിയിലായി. ഭയങ്കരമായ ഏക്കവും കാറ്റും മഴയും എല്ലാം കൂടെ വന്ന് ഞങ്ങൾ എങ്ങനെങ്കിലും ദൈവത്തിനെ വിളിച്ചും കൊണ്ട് ആളുകളെല്ലാം പേടിച്ച് എങ്ങനെങ്കിലുമൊക്കെ വലയൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് ഞങ്ങൾ നമ്മുടെ നീണ്ടൊരു അഴി കയറാനൊക്കാതെ ഞങ്ങൾ കൊല്ലം അഴിക്കകത്ത് പോയി കയറി. കൊല്ലം അഴിക്കകത്ത് ഓടിച്ച് കയറിയത് കടലായിപ്പോയി, ഭയങ്കര മാരിയായിപ്പോയി. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അന്നൊക്കെ
ഭയങ്കര വിഷമിച്ചു പോയി അന്നൊക്കെ. ദൈവത്തിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വിളിച്ചും കൊണ്ട് തന്നെ ശക്തിയായിട്ട് തന്നെ ദൈവത്തിനെ വിളിച്ചത് എങ്ങനെയെങ്കിലും കര എത്തിക്കണേന്നും പറഞ്ഞ്. അത്രയ്ക്ക് വലിയ കോളായിരുന്നു കൊണ്ടത്. ഭയങ്കര കോള് കൊണ്ട് ബോട്ടിനകത്ത് നിൽക്കാനൊക്കാത്ത അവസ്ഥയായി. എല്ലാവരും ദൈവത്തിനെ വിളിച്ച്, കൂടെ ഉണ്ടായിരുന്ന ആളെല്ലാം ദൈവത്തിനെ വിളിച്ച് വെപ്രാളപ്പെട്ട് വലയൊക്കെ വലിച്ച് കയറ്റിയത്. വെപ്രാളപ്പെട്ടാണ് വലയൊക്കെ വലിച്ച് കയറ്റിയത്. വലയൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് ദൈവത്തിനെ വിളിച്ച് എന്തായാലും ദൈവം അവിടെ കൊണ്ട് അടുപ്പിച്ച് ബോട്ട് പാടുപെട്ട് എന്തായാലും ചെന്ന് കയറിയത്, ബോട്ട് കര വന്നത്. അത്രയ്ക്ക് കോളായിരുന്നു അന്ന് കൊണ്ടത്. അതുകൊണ്ടൊക്കെ പല സമയത്തും കോള് കൊണ്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ബോട്ടിൽ പോകാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ബോട്ടിൽ പോകാനായിട്ട് പോയി കടലിൽ ചെന്നപ്പോഴത്തേക്ക് പോയപ്പോൾ കടലൊന്നും ഇല്ലായിരുന്നു. മാരിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ വരവുമാരി പോലെ മാരി വന്ന് അങ്ങനെ ബോട്ടന്ന് ചരക്കൊന്നും പറ്റില്ല. ഓടിപ്പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായ മാരിയായിപ്പോയി. നമ്മുടെ അഴി ബോട്ട് കയറുന്നിടത്ത് അന്ന് ഒരുപാട് വള്ളങ്ങളൊക്കെ താന്ന്, കണ്ടമാനം വള്ളങ്ങളൊക്കെ താന്ന്. അങ്ങനെ അന്നൊരു അനുഭവം. അന്ന് ഓടിക്കയറാൻ ബോട്ട് അഴിക്കകത്ത് ഓടിക്കയറാൻ ഒക്കെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ എന്തായാലും ദൈവത്തിനെ വിളിച്ചെന്തായാലും ഓടിച്ച് മാരിക്കൊക്കെ ഓടി ചരിഞ്ഞ് ബോട്ട് എന്തായാലും കമന്നൊന്നും പോയില്ല. അങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ ഓടി ഞങ്ങളെന്തായാലും കയറി. അങ്ങനെയൊക്കെ അതൊരൊക്കെ അനുഭവമായിരുന്നു. അന്നൊക്കെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല. അന്നൊക്കെ എന്തായാലും ദൈവം നമ്മളെ അഴിക്കകത്താക്കി. 6:30 7 മണിക്ക് ചിലപ്പം 7 മണി കഴിയുമ്പോഴൊക്കെ നമ്മളിവിടെ തിരി കത്തിച്ച് പടത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ. എല്ലാ ദിവസവും തിരി കത്തിച്ചും വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജനങ്ങൾ ഓരോ തൊഴിൽ കണ്ടെത്തിയാണല്ലോ. അപ്പം അവിടെ കടലിൻ്റെ ഭീതി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കണം, മീൻ പിടിക്കാൻ പോകണം. അപ്പം എല്ലാ അപകടമുള്ള പണി ആ കടലിൽ പോക്കും. കാരണം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണല്ലോ മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ മീൻ പിടിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ തൊഴിൽ കണ്ടെത്തിയ ആളുകൾ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ കടലിനോടുള്ള പേടിയും കാര്യം ഇവരോടൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഒരു ധൈര്യം, മീൻ പിടിക്കണം, നമുക്ക് കഴിയണം, കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ള ചിന്തയിൽ പോവുകയാണ്. പല പ്രാവശ്യവും നമ്മൾ കടലിൽ പോകുമ്പോഴത്തേക്ക് ഈ സീസൺ സമയത്ത് പോകുമെന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച പണിയാണ്. അങ്ങനെയൊക്കെ പോയി പല സമയത്തും നമ്മൾ കര ഒക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആ മാതിരി കോള് കൊണ്ട് ഭയങ്കരമായ കടലും വന്ന് ബോട്ട് ഇവിടെ കയറാനൊക്കാത്ത രീതിയിലൊക്കെയുള്ള കടലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവത്തിനെ വിളിച്ചും കൊണ്ട് നമ്മൾ ധൈര്യം വിടാത്ത രീതിയിൽ ഓടിച്ച്, ഭയം ഉണ്ടെങ്കിലും നമ്മൾ ധൈര്യം വിട്ടാൽ പോയില്ലേ. അങ്ങനെയൊക്കെ ഓടിച്ചൊക്കെ അങ്ങനെയൊക്കെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളിവിടെ കര വരാൻ പറ്റാത്ത രീതിയിൽ പറ്റത്തില്ലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആ മാതിരിയൊക്കെ കോള് കൂടി അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാറ്റിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചില സമയത്ത് കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ പോകത്തില്ല ഈ സീസൺ സമയത്തെ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ പോയി കഴിയുമ്പം കടലിൽ ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്ക് കാലാവസ്ഥ മാറുന്ന നേരം ഇരുൾ വെച്ച് ഭയങ്കരമായ കോള് വരുമ്പോഴത്തേക്ക് നമ്മൾ വല വാരി വിട്ട് ചിലപ്പോൾ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്തായിരിക്കും കോള് വരുന്നത്. അന്നേരം കോള് പെട്ടെന്ന് മാറിയില്ലെങ്കിൽ നമ്മൾ വലയെടുത്തും കൊണ്ട് വാക്കിടാന്ന് കാണിയാണെങ്കിൽ നമ്മൾ ഓടി വരാൻ നോക്കത്തേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ പണിയാൻ പറ്റത്തില്ല. കോള് കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറത്തില്ല, ചില കോളേ നിൽക്കുമല്ലോ. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഓടി വരും. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടൊക്കെ ഓടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് പണിയെടുക്കാൻ പറ്റാതൊക്കെ ഓടിപ്പോരും. അങ്ങനെയൊക്കെ കാലാവസ്ഥ അങ്ങനെയൊക്കെയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കല്ലല്ലോ വരുന്നത്.
കൊണ്ടിട്ട് തരുന്ന ഒരു അന്നം പോലെ കടലിലെ മീൻപിടുത്തം. അവിടെ പോകുമ്പോൾ നമ്മൾ എന്ത് പ്രതിസന്ധിയും നേരിടത്തക്ക രീതിയിൽ നമ്മൾ പോകുന്നു. അവിടെ നമുക്ക് ദൈവം തുണയായിട്ടുണ്ട്. തുണയായിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. ഏത് കാറ്റിനും കോളിനും ഒക്കെ പോയി നമ്മൾ പണിയെടുത്ത് ജീവിക്കാൻ പോകുന്നില്ലേ? അപ്പോൾ അത് ദൈവം നമ്മളെ തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലേ നടക്കത്തില്ല. ദൈവവിശ്വാസം വേണം. കടൽപ്പണിക്ക് ദൈവവിശ്വാസം വേണം. ദൈവവിശ്വാസം ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പോകാനും ദൈവത്തിനെ വിളിക്കണം. അടിയുറച്ചെന്ന് പറഞ്ഞാൽ 100ക്ക് 100 ദൈവത്തിനെ അടിയുറച്ച് തന്നെ വിശ്വസിക്കണം. കടൽപ്പണിക്ക് പോകുന്ന ആളുകൾ അത്രയ്ക്കും വിശ്വാസം വേണം. വിശ്വാസം ഇല്ലേ കാര്യം നടക്കത്തില്ല. വിശ്വസിച്ച് വേണം കടലിൽ പോകാൻ. കടൽപ്പണി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പണിയാണ്. കടലിൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും ദൈവം തരുന്നു. അവിടെ സീൻ വരുമ്പോഴത്തേക്ക് നമ്മൾ രക്ഷിക്കുന്നതും ദൈവമാണ്. ദൈവത്തിന് അടിയുറച്ച് തന്നെ വിശ്വസിക്കണം. 100ക്ക് 100 അടിയുറച്ച് വിശ്വസിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ബൈബിള് വായിക്കുന്നത് സന്ധ്യയ്ക്ക് നമ്മൾ കൊന്ത പിടിച്ച് കഴിയുമ്പോൾ ഞാൻ ബൈബിള് ഓരോ ഭാഗം വായിക്കും. ചിലപ്പോൾ 2 ഭാഗമൊക്കെ വായിക്കും. ബൈബിൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. നമ്മുടെ പള്ളി നീണ്ടര പള്ളിയാണ്. നീണ്ടര പള്ളി എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്. എല്ലാവരും വിശ്വാസികളാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ട്. എല്ലാവരും പള്ളിയിൽ പോകും. നല്ല പ്രാർത്ഥനയും കാര്യം വിരിയൊക്കെ ഉണ്ട്. എല്ലാം കുടുംബ പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയും കാര്യം വിരിയുണ്ട്. പള്ളിയിലൊക്കെ എല്ലാവരും പോവും. നല്ല വിശ്വാസമുള്ള ആളുകളാണ് നീണ്ടര കിടക്കുന്നത്. വിശ്വാസികളാണ്. മീൻപിടുത്തം മത്സ്യത്തൊഴിലാളികളാണല്ലോ കൂടുതലും. മീൻപിടുത്ത മേഖലയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമുണ്ട്. എല്ലാവരും വിശ്വാസത്തിലൊക്കെയാണ്. എടുത്ത് വരെ കയറി അവിടെ വീടും അതും ഇതെല്ലാം പോയി. വലിയ കടൽ വരുന്നെന്നും പറഞ്ഞു ഓടി. അങ്ങനെ എല്ലാവരും ഭീതിയിലായി. എന്തായാലും ഇവിടെ ഒരു മാരി ഇങ്ങനെ വന്ന് അടിച്ച് ഇപ്പുറം വീണ്. ഇവിടെ വലിയ കുഴപ്പമില്ല. അങ്ങനെ വടക്കോട്ടൊക്കെ ചെന്ന് അത് നമ്മുടെ ആലപ്പാട്ട് ആ വാക്കിനൊക്കെ ചെന്ന് കയറി. അവിടെയൊക്കെ വലിയ ആൾ നഷ്ടവും എല്ലാ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സുനാമി. ആളുകളെല്ലാം ഭീതിയിലായിരുന്നു അന്ന് സുനാമി വന്നു. അത് ചില സമയത്ത് നമ്മൾ പോകത്തില്ല. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും പോകാൻ തോന്നാതെ നമ്മൾ പോകാതിരിക്കുമ്പം ചിലപ്പം ഭയങ്കരമായ അന്ന് കാറ്റൊക്കെ വീണ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാം ദൈവത്തിൻ്റെ കൃപയിലെ നമ്മൾ പോയില്ല. പോയെങ്കിൽ നമ്മൾ ആപത്തിലായി പോയാനും അല്ലെ പാടുപെട്ട് പോയാനും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, പറയും. ശരിയാ. ചില സമയത്ത് ദൈവമാണല്ലോ നമ്മൾ നടത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അന്നേരം നമുക്ക് ഏതെങ്കിലും ആപത്തിൽ ചെന്ന് വീഴുന്ന സമയത്ത് നമുക്ക് ആപത്തിൽ വീഴാതിരിക്കാനായിട്ട് ദൈവം അന്ന് ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് അഴയ്ക്കത്തില്ല. ഓക്കി വരുന്നതിൻ്റെ തലേ ദിവസം വീശാൻ പോയപ്പോഴത്തേക്ക് അന്ന് തിരമാലയില്ല, ശാന്തമായി കിടന്നായിരുന്നു. അങ്ങനെ അന്ന് വീശം കഴിഞ്ഞ് വന്ന് അന്ന് ആ രാത്രിയാണ് തിരമാല വന്നത്. അങ്ങനെ തിരമാല വന്നപ്പോഴത്തേക്ക് വീശാൻ
ചെന്നപ്പോഴത്തേക്ക് വീശുന്ന സ്ഥലത്തെങ്ങും വീശാൻ ഒക്കുന്നില്ല, ഭയങ്കരമായ തിരമാല. ഞാൻ അവിടെ പാറയിട്ടിട്ടുണ്ടല്ലോ, പാറയുടെ മേളിൽ കൂടെ ഇനി അടിച്ച് വരിക. അങ്ങനെ തിരമാല, ഭയങ്കരമായ തിരമാലയാണ് ഉണ്ടായത്. അങ്ങനെ ജോലിയൊന്നും നടന്നില്ല. എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഓക്കെ സമയത്ത് ഇവിടെ ദൈവത്തിനെ വിളി കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിനെയൊക്കെ രക്ഷിച്ചത്. കാരണം നേരത്തെ തന്നെ ഈ സംഭവം നടന്ന് വരാൻ പോകുന്ന കണ്ടപ്പോൾ അന്ന് കുറേ ബോട്ടുകൾ പോയവർ തന്നെ നേരത്തെ ഓടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ രീതി അങ്ങ് മാറി. പിന്നെ രാത്രിയായിരുന്നു, പിന്നെ ബോട്ടൊന്നും പോയില്ല. രാത്രിയും വെളുപ്പിനുമൊക്കെ ബോട്ട് പോകുമായിരുന്നു. അങ്ങനെ ആരും പോയില്ല. അന്ന് തോനെ ബോട്ട് പോകുന്നത് അന്ന് 5-6 ബോട്ട് പോയവർ ഓടി കയറുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് ഒരുപാട് നേരം വെളുത്താന്നേ വള്ളമൊക്കെ പോകുമല്ലോ. അങ്ങനെ വള്ളവും ബോട്ടും ഒന്നും അന്ന് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് അന്ന് ഏതാണ്ട് ഒരു ദൈവാനുഗ്രഹം ഒന്നും ഉണ്ടായി. അതുകൊണ്ട് ആർക്കും കടലിൽ പോയില്ല ആരും. അതുകൊണ്ടന്ന് ആവത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട്. അല്ലേ അന്ന് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നേനായിരുന്നു. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവകൃപയെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്നു. കാരണം നമ്മളെവിടെ പോയാലും ദൈവത്തിനെ വിളിക്കുന്നു. ദൈവം ഇപ്പം നമ്മൾ ജോലിക്ക് പോകാൻ പോയാലും ദൈവത്തിനെ വിളിക്കുന്നു. നമ്മൾ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ പോകുന്നു. അന്നേരം പിന്നെ നമ്മളുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. ദൈവകൃപയാണ്. ചെറുപ്രായത്തിൽ അന്ന് ജോലിയും കാര്യം വീര്യവും ഒക്കെ കുറവായിരുന്നല്ലോ, കാശും ഒന്നൊക്കെ ഉള്ള കാലഘട്ടമല്ലല്ലോ. അന്നൊക്കെ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ബുദ്ധിമുട്ടി ആഹാരം കഴിക്കാനൊക്കെ, ആഹാരം വെക്കാനൊന്നും മാർഗ്ഗമില്ലാതൊക്കെ ആഹാരം കിട്ടാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അന്ന് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു നേരമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഇന്നിപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോകും. പക്ഷേ അന്ന് പോകുന്ന ബോട്ടും ഇന്ന് പോകുന്ന ബോട്ടും ഒക്കെ വ്യത്യാസങ്ങളാണ്. ഇന്നിപ്പോൾ ആധുനിക രീതിയിലുള്ള മീൻപിടുത്തം പോലുള്ള കാര്യങ്ങളാണ്. കാരണം അന്ന് നമ്മൾ ഈ ബോട്ടിനകത്ത് വെള്ളം കയറും നമ്മൾ കാലുകൊണ്ട് അടിച്ചടിച്ചാണ് വെള്ളം കളയുന്നത്. ബോട്ടിനകത്ത് കയറുന്ന വെള്ളം പുറത്തോട്ട് കളയണമല്ലോ. ഈ കാറ്റിനും വേഗത്തിനുമൊക്കെ ഓടുമ്പോഴും ബോട്ടിനകത്ത് ഒരുപാട് അന്ന് അലൂമിനിയം ഷീറ്റ് അടിച്ച ബോട്ട് താഴെ ബോട്ടിന്. ഇപ്പോൾ ഫൈബർ ചെയ്തിട്ടേക്കുന്ന ബോട്ടുകളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അന്ന് അനുഭവിച്ചിട്ടുണ്ട്. ബോട്ടിൽ പോയി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അന്നത്തെ കാലത്ത്. ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. ഇന്നിപ്പം കഷ്ടപ്പാടുണ്ടെങ്കിൽ തന്നെയും ഈ വെള്ളമടിയും കാര്യം വരെയും ബോട്ടിനകത്ത് നിന്ന് വെള്ളം അടിച്ച് കളയുന്ന കാര്യം വരെയൊക്കെ ഒരുപാട് ആച്ചുകളുണ്ട്. പിന്നെ വേറെ അന്നൊക്കെ ഇഞ്ചൻ ആളുകൾ കറക്കി അടിച്ച് നടത്തുന്ന ഇഞ്ചനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഇഞ്ചൻ ലാൻഡിലിട്ട് ഇങ്ങനെ കറക്കി ഒക്കെ അടിക്കുന്ന ഇഞ്ചനൊക്കെയാണ്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇപ്പം ഒഴിഞ്ഞിട്ടുണ്ട് ഫിഷിംഗ് മേഖലയിൽ, ബോട്ട് പ്രസ്ഥാനത്ത്. അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് കുറേയൊക്കെ. ഇന്നിപ്പോൾ കാലാവസ്ഥക്കാർ പറയുമല്ലോ, പറഞ്ഞ് അങ്ങനെ ചില സമയത്ത് അവർ പറയും ഒരു ബോട്ട് വിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് പോകത്തില്ല. എങ്കിലും കാലാവസ്ഥ പറഞ്ഞാൽ അവർ അവിടെ ബോട്ട് തടഞ്ഞില്ലെങ്കിൽ പോകുന്ന ആളുകളുണ്ട്. പോകുമ്പം ചിലപ്പോൾ ഈ വയർലെസ് വഴിയൊക്കെ ചിലപ്പം വലിയ കാറ്റ് വരാൻ പോകുന്നൊക്കെ അറിയും, വയർലെസ്സിൽ കൂടെ ഒക്കെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ വലയൊക്കെ എടുത്തുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ രക്ഷപ്പെടും. അങ്ങനെയൊക്കെ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെ കിട്ടുമ്പം കുറേയൊക്കെ അതിനകത്തുനിന്ന് മാറ്റങ്ങളുണ്ട്. ആ വീട്ടുകാരൊക്കെ ടെൻഷൻ അടിച്ചായിരുന്നു, അമ്മയൊക്കെ ടെൻഷൻ അടിച്ചായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ കണക്കും അല്ല. അന്നൊക്കെ ചെറിയ ബോട്ടുകളുമൊക്കെ ആയിരുന്നു. അന്നൊക്കെ പേടിയാണ്. ഒരുപാട് ബോട്ടൊക്കെ ഇവിടെ മറിഞ്ഞിട്ടുണ്ട്, ആളുമൊക്കെ പോയിട്ടുണ്ട്. അന്നേരം ആളൊക്കെ പേടിയാണ്. വീട്ടിൽ ബോട്ട് കടലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വീട്ടിൽ നിലവിളിയൊക്കെയാണ് ബോട്ടിലെ ആളുകൾ കടലിൽ പോയേക്കുമ്പോൾ. കാരണം അന്ന് ഇന്നത്തെ കണക്കല്ല, വലിയ ബോട്ടുകളുമല്ല, ചെറിയ തടി ബോട്ടുകളാണ് അന്നൊക്കെ. ഭയങ്കര പേടിച്ചിരിക്കത്തേ ഉള്ളൂ വീട്ടുകാരൊക്കെ. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കത്തേ ഉള്ളൂ, പ്രാർത്ഥനയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ കര വരുന്നിടം വരെ. അങ്ങനെയൊക്കെയുള്ള അന്നൊക്കെ ഭയങ്കര ഭയപ്പാടിലായിരുന്നു അന്നത്തെയൊക്കെ ജീവിതങ്ങളൊക്കെ. വീട്ടുകാരെ പ്രാർത്ഥന നമുക്ക് തുണയായിട്ടുണ്ട്. നമ്മൾ കടലിൽ പോയി കൊണ്ട് വരുന്നിടം വരെ അവർ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കത്തേ ഉള്ളൂ ചില സമയത്ത്, ചില കാലഘട്ടത്തിൽ. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ കടലുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം നല്ല കടലൊക്കെയാണ്. കടൽ സമയത്തൊക്കെ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ് കടലിൽ പോയിക്കൊണ്ട് വരുന്നു. ഇവിടുന്ന് പോയി നമ്മളിവിടെ തന്നെ കയറാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു സമയത്തായിരുന്നല്ലോ അന്ന്. അന്നേരത്തേക്ക് ചെറിയ ബോട്ടുകളും കാര്യം വീരുമൊക്കെ. അങ്ങനെ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, അമ്മയൊക്കെ ഇരുന്ന് കൊന്ത പിടിക്കത്തേ ഉള്ളൂ.
പ്രാർത്ഥിക്കത്തേ ഉള്ളൂ നമ്മൾ കര വരുന്നിടം വരെയൊക്കെ. എൻ്റെ കല്യാണം 1986 കടലിൽ പോയിക്കേണ്ട സമയത്തായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. നമ്മൾ കടലിൽ പോകുമ്പോഴത്തേക്ക് അവർ പ്രാർത്ഥിക്കും. പിന്നെ ഇത് കണക്കാ കടലൊക്കെ ഉള്ള സമയത്ത് അവർക്കൊക്കെ പേടിയാണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും പേടിയാണ്. കടപ്പുറത്ത് നിന്നുകൊണ്ട് കാണുന്നതാണല്ലോ തിരമാലയും ബോട്ട്, ഈ തിരമാലയ്ക്ക് ഇങ്ങനെ ബോട്ടെടുത്ത് ഓടുകയും ചിലപ്പോൾ ചില ബോട്ടുകൾ മറിയുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും. അങ്ങനെയൊക്കെ ആളുകൾക്കെല്ലാം പേടിയാണ് നേരം ഇതൊക്കെ കാണുമ്പം. വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ് ഞാൻ. കടലിൽ പോയാലും ഞാൻ ഇപ്പോൾ കായലിൽ ഇപ്പോൾ വീശാൻ പോയാലും എല്ലാം ഞാൻ വിശ്വാസത്തോടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ദൈവത്തിനെ വിശ്വസിച്ച് നമുക്കിപ്പം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പോകുന്നിടത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല. അരിവടിയാൻ പൈസയൊക്കെ കിട്ടും. പിന്നെ പല ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഒക്കെ വരിക. ചെറുതായാലും ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട് ദൈവത്തിൻ്റെ എന്തോ എന്നാ അടുത്ത് ചെന്ന് ദൈവം പിടിച്ച് മാറ്റുന്ന കണക്കൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്.